നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പെന്ന കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിക്കൂട്ടിൽ. സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ മന്ത്രി നടത്തിയെന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയം കൈമാറിയതിലും ഗുരുതര വീഴ്ച. കായിക വകുപ്പിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ശുപാർശ. PSC റാങ്ക് ലിസ്റ്റ് ക്രമക്കേടിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തത് ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ 1ഉം 2ഉം റാങ്കുകാരുടെ വിശദാംശങ്ങൾ 3ആം റാങ്കുകാരന് നൽകണമെന്ന ഉത്തരവ്. 37 ദിവസത്തെ സമരം പിൻവലിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ്. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്. അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. അപകടകരമായ ചരക്കുകൾ കടലിന് അടിയിലെന്നും സമുദ്ര പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാൻ സാധ്യതയെന്നും കേന്ദ്രം. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അവസരത്തിനൊത്ത് വിഷയങ്ങൾ മാറ്റി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രം. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും. വർഷകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് FCRA ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. കൊളംബിയയിലെ ഭൂചലനത്തിൽ മരണം 132ആയി. 600ഓളം പേർക്ക് പരിക്ക്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്രശ്രമം. തുടർചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന് കായിക വകുപ്പിന്റെ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതിക്കൂട്ടിൽ. സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ മന്ത്രി നടത്തിയെന്നും ഫിഫയുടെ അനുമതി പോലും ഇല്ലാതെ വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വകുപ്പ് തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടാണ് കൈമാറിയത്. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെയാണോ പ്രവർത്തനങ്ങൾ നടന്നത് എന്നതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉചിതമായി തീരുമാനമെടുക്കുമെന്നും OJ ജനീഷ് ഡൽഹിയിൽ പറഞ്ഞു. മെസ്സിയെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് അന്ന് മെസ്സി വരാനുണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമെന്നുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെൻറ് പ്രഖ്യാപനത്തിൽ നിന്നുപോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല മലപ്പുറത്തും ഉൾപ്പെടെ വലിയ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ചില പരിശോധനകൾ നടത്തണമെന്നുള്ള അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങളിൽ കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ, മെസ്സി ആരാധകരെയൊക്കെ ആവേശത്തിലാക്കിക്കൊണ്ടാണ് മെസ്സി ഇന്നു വരും നാളെ വരും കേരളത്തിൽ എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സ്പോൺസറുടെ ഭാഗത്തു നിന്നും കായിക മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടത്. പക്ഷേ അന്നും കേട്ടിരുന്നു അതിൽ എന്തൊക്കെയോ തട്ടിപ്പുണ്ട് എന്ന്. ആ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വരികയല്ലേ ഈ കായിക വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം? തീർച്ചയായും മായ, അന്ന് കായിക മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ മാറിയപ്പോൾ UDF സർക്കാർ അന്വേഷിച്ചത്. കായിക വകുപ്പിന് തന്നെ അന്വേഷണത്തിനൊടുവിൽ സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. അതായത് വീഴ്ച എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ ക്രമക്കേട് നടന്നിരിക്കുന്നു. കോടികളുടെ ഒരു സാമ്പത്തിക തിരിമറിയാണ് മെസ്സിയുമായി ബന്ധപ്പെട്ട്. മെസ്സിയെ അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഒരു സ്പോൺസർ ഒരു നാടകം കളിക്കുന്നു. അല്ലെങ്കിൽ സ്പോൺസർ ആധികാരികമായ രേഖകളൊന്നുമില്ലാതെ പറയുന്നു. അതിന് വേണ്ടത്ര രീതിയിലുള്ള പിന്തുണ സർക്കാരിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ചട്ടം ലംഘിച്ച് സംവിധാനങ്ങൾ മുഴുവനും ആ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട രീതിയിലുള്ള സഹായം അന്ന് സംസ്ഥാനത്തെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ നടത്തിയെന്നാണ് ഇപ്പോഴത്തെ കായിക വകുപ്പ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. N പ്രശാന്ത് IAS ആണ് കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി. അദ്ദേഹമാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പ് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നടന്നിരിക്കുന്നത്. മന്ത്രി തന്നെ, കായിക മന്ത്രി തന്നെ എന്തിനാണ് ഈ രീതിയിൽ ഒരു വഴിവിട്ട രീതിയിൽ ഒരു സഹായം ഈ സ്പോൺസർക്ക് നൽകിയത്? 126 കോടി രൂപ ഫുട്ബോൾ ഫെഡറേഷൻ, അർജന്റീന ഫുട്ബോൾ ഫെഡറേഷന് നൽകിയെന്ന് പറയുമ്പോൾ ആ നൽകിയതിൻ്റെ രേഖകളൊന്നും തന്നെ ഇല്ല.
എവിടെ നിന്നാണ് ഇതിൻ്റെ അംഗീകാരം ലഭിച്ചത്? ഫിഫയുടെ അനുമതിയില്ല, അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ അനുമതിയില്ല, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പോലും അനുമതിയില്ലാതെ സംസ്ഥാന സർക്കാർ ഏത് രീതിയിലാണ് ഒരു സഹായം നൽകിയത്? ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ലാതെ മന്ത്രി പലവട്ടം തന്നെ പറഞ്ഞതാണ് ഒരു തീയതി പോലും. കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ മെസ്സി എത്തുമെന്ന് പറഞ്ഞു. ഈ എത്തുമെന്ന് പറഞ്ഞ തീയതിക്കോ എത്തുമെന്ന് പറഞ്ഞതിനൊന്നും ആധികാരികമായ രേഖകളോ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ഈ കായിക വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല 126 കോടി രൂപ നൽകി എന്ന് പറയുമ്പോൾ ഫെമ നിയമത്തിന്റെ ലംഘനം നടന്നിരിക്കുന്നു, സാമ്പത്തിക വിനിമയ കുറ്റകൃത്യങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കുന്നു എന്നാണ് സംശയം. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി SFIO അല്ലെങ്കിൽ ED പോലുള്ള സാമ്പത്തിക വിനിമയ ക്രമക്കേടുകൾ അന്വേഷണം നടത്തുന്ന ദേശീയ ഏജൻസി അന്വേഷിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മന്ത്രി പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്നു. മന്ത്രി ഈ സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട എല്ലാ സഹായവും നടത്തിയിരിക്കുന്നു. ഈ കലൂരിലെ സ്റ്റേഡിയം അനുവദിച്ചതിൽ പോലും തന്നെ വലിയ രീതിയിൽ ഗുരുതരമായ തിരിമറിയും ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മന്ത്രി പൂർണ്ണമായും പ്രതിക്കൂട്ടിലാവുന്ന റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രിയുടെ പരിഗണനയാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയാണ് ഇത് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായി ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിടുമോ അതോ ഇതിൽ മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തുമോ എന്നാണ് അറിയേണ്ടത്. അടുത്ത മന്ത്രിസഭാ യോഗം വ്യാഴാഴ്ചയാണ് ചേരുന്നത്. ക്യാബിനറ്റിൽ ഉറപ്പായ റിപ്പോർട്ട് വരും. കാരണം അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതുവരെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 2 തവണ തീയതി മാറിയപ്പോൾ പോലും ആ സ്പോൺസർക്ക് നോട്ടീസ് നൽകിയതാണ്. അപ്പോഴൊക്കെ തന്നെയും സ്പോൺസറെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അന്ന് കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ അബ്ദുറഹ്മാനാണ് ഇതിനൊക്കെ കൂട്ടുനിന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരം വരുമ്പോൾ ഇതുവരെ പ്രതികരണം കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അബ്ദുറഹ്മാന്റെ അടക്കം ആരുടെയും പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഏറ്റവും ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ശരി, അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. PSC റാങ്ക് ലിസ്റ്റ് ക്രമക്കേടിലെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 1ഉം 2ഉം റാങ്കുകാരുടെ വിശദാംശങ്ങൾ 3ആം റാങ്കുകാരന് നൽകാനായിരുന്നു ഉത്തരവ്. PSC ചെയർമാൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് PSCക്ക് താൽക്കാലികമായ ആശ്വാസമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഇത് PSC ഹൈക്കോടതിയിൽ ചെന്ന് പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇക്കാര്യത്തിൽ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്ത് രഹസ്യ സ്വഭാവമുള്ള ഒരു സമയത്താണ് ഇദ്ദേഹം ഇത് ചോദിച്ചത്. കാരണം റാങ്ക് ലിസ്റ്റ് ഒന്നും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങൾ PSC കൈകാര്യം ചെയ്യുമ്പോൾ അത് രഹസ്യ സ്വഭാവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്ത് വരുന്ന വിവരാവകാശ നിയമപ്രകാരം വരുന്ന അപേക്ഷയിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ കൊടുക്കണ്ട എന്നാണ് PSC ഇപ്പോൾ പറയുന്നത്. പക്ഷേ PSCക്കെതിരെയുള്ള ഒരു ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ PSC ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഹൈക്കോടതി ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഇത് കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന ശ്യാം കൃഷ്ണൻ എന്ന് പറയുന്ന ഇതിൽ പരാതി കൊടുത്ത വ്യക്തിയെ അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത വ്യക്തിയെയും കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു വേർഷൻ ഹൈക്കോടതിയിൽ വരുമ്പോൾ PSCക്ക് ഇത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് ഒരു നിയമപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. കാരണം ഇക്കാര്യത്തിൽ PSC ഇപ്പോൾ വെട്ടിൽ വീണ ഒരവസ്ഥയിലാണ് എന്നേ പറയാൻ സാധിക്കൂ. ഇദ്ദേഹം 3ആം റാങ്കുകാരനാണ്. 1ഉം 2ഉം റാങ്കുകാരുടെ മാർക്ക് ലിസ്റ്റ് അവരെ എങ്ങനെ 1ഉം 2ഉം റാങ്കുകാരായി, ഇക്കാര്യമാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത്. ഇക്കാര്യം നൽകാൻ സാധിക്കുമെങ്കിൽ അത് സുതാര്യമാണെങ്കിൽ PSC അന്നേ നൽകുമായിരുന്നു. അപ്പൊ അത് നൽകാത്തത് കൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ എടുത്തു പോയത്. വിവരാവകാശ കമ്മീഷണർ ഇക്കാര്യത്തിൽ PSCക്ക് നിർദ്ദേശം കൊടുത്തു, ഈ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ. ഇതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇൻഹറന്റ് പവറാണ് ഹൈക്കോടതിക്ക്. ഹൈക്കോടതി ഇതെല്ലാം വിളിച്ചു വരുത്തി പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടിയാകും എന്നാണ് ഒരു നിയമപരമായ ഒരു അവസ്ഥ ഞാൻ പറയുന്നത്. രാജേഷ്, മറ്റൊന്ന്, ഈ അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലുണ്ടല്ലോ, അതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഇത് കേന്ദ്രം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഹൈക്കോടതി അറിയിച്ചാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പൊ മർക്കന്റൈൽ വിഭാഗം ഇതിനു മുൻപും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളും ഈ കണ്ടെയ്നറുകളുടെ ഇതും എല്ലാം നീക്കം ചെയ്യണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അതിന് നേവിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. കാരണം അടിത്തട്ടിൽ കിടക്കുന്ന അതിൽ ആ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ വരെ ഉണ്ടാകാം. അതുപോലെയാണ് MSC കപ്പലുകൾ ഉണ്ടായത്. ഇത് ഒരു പരിധിവരെ ഈ അഡ്മിറാൽറ്റി സ്യൂട്ടിന്
കേരളം കൊടുത്ത അഡ്മിനിസ്ട്രേഷന് സഹായകരമായ സംഭവമാണ്. കാരണം എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് തിട്ടപ്പെടുത്തുവാനും MSC കപ്പൽ അധികൃതർ അവർ ഈ പറയുന്ന കോമ്പൻസേഷൻ ഇപ്പോൾ ഏതാണ്ട് ഒരു 2 കോടി രൂപ അതിനടുത്തുള്ളതാണ് ഈ കെട്ടിവെച്ചിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം, അതായത് ഇത്രയും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പരിസ്ഥിതിപരമായിട്ടുള്ള കോമ്പൻസേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ കേസിന് ഒരുപക്ഷെ സഹായകരമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു മറുപടി, മർക്കന്റൈൽ വിഭാഗത്തിന്റെ മറുപടി വന്നിട്ടുള്ളത്. ഇപ്പോഴും ആ പാരിസ്ഥിതിക പ്രശ്നം അവിടെ തുടരുന്നുണ്ട്. അതിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ തിട്ടപ്പെടുത്താൻ നേവിയുടെ സഹായം തേടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന്. 37 ദിവസത്തെ സമരം പിൻവലിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. നിരാഹാരമിരുന്ന വളർമതിക്ക് മന്ത്രി വെള്ളം നൽകി. പ്രശ്നപരിഹാരത്തിന് സർക്കാർ 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. അതുവരെ പ്രതിഷേധമില്ലാതെ സമരം തുടരുമെന്ന് വളർമതി അറിയിച്ചു. മുമ്പ് 7 തവണ സമരക്കാരുടെ പ്രതിനിധികൾ സർക്കാരിനെ കണ്ടിരുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 1 വർഷം പിന്നിട്ടിട്ടും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം. 5 ജില്ലകളിൽ ഇതുവരെ 1-ാം റാങ്കുകാരന് പോലും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തടസ്സമെന്നാണ് റിപ്പോർട്ട്. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ നിയമസഭാ മാർച്ചിലുണ്ടായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധം. ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ബന്ദ് നടത്തി BJP. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ജാർഖണ്ഡിൽ വരുന്നില്ല എന്ന് സമരക്കാർ ചോദിച്ചു. ജാർഖണ്ഡിൽ സർക്കാർ ജോലിക്കുള്ള പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ നിയമസഭാ മാർച്ചിലുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രകടനം അവസാനിച്ച ശേഷം രാത്രിയിൽ വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് പോലീസ് ലാത്തിചാർജ് നടത്തിയെന്നും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റെന്നും സമരക്കാർ ആരോപിച്ചു. റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിലെ അനിശ്ചിതകാല സമരം 18ാം ദിവസവും തുടരുകയാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് झारखंड വരുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ചോദിച്ചു. राहुल गांधी जी बोलते हैं उधर दिल्ली में जंतर मंतर जाते हैं, प्रयागराज UP में जाते हैं, आखिर क्यों? झारखंड भी तो आप आइए, कि आपका यहाँ सरकार नहीं है, कि आपका दायित्व यहाँ नहीं आने का? आप सिर्फ मीडिया में देते हैं कि हम छात्रों के साथ हैं. अरे छात्रों के साथ नहीं है, अब दोहरा राजनीति चल रहे हैं. अगर आप छात्रों के साथ हैं, आप अपना इस समर्थन वापस लीजिए. വിദ്യാർത്ഥി പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമപ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിലും പരീക്ഷാ ക്രമക്കേടിലും പ്രതിഷേധിച്ച് BJP ജാർഖണ്ഡിൽ സംസ്ഥാന വ്യാപക ബന്ദ് നടത്തി. റാഞ്ചിയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞത് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷത്തിനും കാരണമായി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് എന്നീ വിഷയങ്ങളിൽ പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം. രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചു. വിദ്യാർത്ഥി സമരത്തിൽ അമിത്ഷാ മറുപടി പറയുമെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം മനഃപൂർവ്വം സഭ തടസ്സപ്പെടുത്തുകയാണെന്ന് കിരൺ റിജിജു ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ വിമർശിച്ചു. ഇക്കാര്യം ഉന്നയിച്ച് ഭരണപക്ഷവും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് മുമ്പിൽ മുഖാമുഖം മുദ്രാവാക്യം വിളിച്ചു. വ്യാഴാഴ്ച വർഷകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് FCRA ഭേദഗതി ബിൽ അവതരിപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഖനന നിയമനങ്ങളിലെ ഭേദഗതി ബില്ലിലും പ്രതിപക്ഷ MPമാർ ആശങ്ക അറിയിച്ചു. കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ 132ആയി. രാജ്യത്ത് അടിയന്തരാവസ്ഥ, കെട്ടിടങ്ങൾ തകർന്ന് വ്യാപക നാശം. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്രശ്രമം നടക്കുകയാണ്. ഒരു പതിറ്റാണ്ടിനിടെ കൊളംബിയയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനങ്ങളിലൊന്നാണിത്. കൊളംബിയയിൽ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണെങ്കിലും 6ന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നവ അപൂർവമാണ്. ഇത്തവണ റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് 7.4 തീവ്രതയാണ്. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ചോക്കോ മേഖലയിലെ സാൻ ജോസ് ഡെൽ പാമറാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്ന് US ജിയോളജിക്കൽ സർവേയും കൊളംബിയൻ ഏജൻസികളും അറിയിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പെരേര, ക്യുബ്ദോ, കാലി, മനിസാലസ് തുടങ്ങിയ നഗരങ്ങളെ ഭൂചലനം സാരമായി ബാധിച്ചു. തുടർ ചലനങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ ചോക്കോ സ്ഥിതി ചെയ്യുന്നത്.
രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകുന്നതായി കൊളംബിയൻ പ്രസിഡന്റ് അബലാഡോ ഡീല എസ്പ്രീല അറിയിച്ചു. ഭൂകമ്പത്തെ തുടർന്ന് കൊളംബിയയിലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. മനിസാലസ്, ക്യുബ്ദോ, അർമേനിയ, കാർട്ടോഗോ, ബ്യൂണവെഞ്ചുറ, പെരേര എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. കൊളംബിയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അയൽരാജ്യങ്ങളായ ഇക്വഡോറിലും പനാമയിലും പ്രകമ്പനം അനുഭവപ്പെട്ടെങ്കിലും നാശനഷ്ടങ്ങൾ കുറവാണ്. കഴിഞ്ഞ ജൂണിൽ അയൽരാജ്യമായ വെനുസലയിൽ തുടർച്ചയായുണ്ടായ ഭൂചലനങ്ങളിൽ 5000-ലധികം പേർ മരിച്ചിരുന്നു. ഇതിന്റെ ആഘാതം മാറുന്നതിന് മുമ്പാണ് കൊളംബിയയിലും ഭൂചലനമുണ്ടായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. അർജുൻ നായങ്കിയെ തലശ്ശേരി CJM കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായാണ് കസ്റ്റഡി അനുവദിച്ചത്. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ അർജുൻ നായങ്കി എല്ലാ കുറ്റവും താൻ തന്നെയാണ് ചെയ്തത് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 19/2026 പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തിട്ടുള്ളത്. അല്ല, മൊബൈലിനെ സംബന്ധിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു മൊബൈൽ കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച കസ്റ്റഡി ഈ പോസ്റ്റ് ഇട്ടത് അർജുൻ തന്നെയാണോ? എല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. ജോസഫ് അഗസ്റ്റിന്റെ റിപ്പോർട്ട് കൊണ്ട് തിരിച്ചു വരാം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ 14 ദിവസം റിമാൻഡ് ചെയ്ത അർജുൻ നായങ്കിയെ 3 ദിവസത്തേക്കാണ് CJM കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഈ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്, മറ്റ് ഡിജിറ്റൽ രേഖകൾ കണ്ടെത്തേണ്ടതുണ്ട്, ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ ഉൾപ്പെടെ കണ്ടെത്തണം, ഇവിടെ എത്തി പരിശോധന നടത്തണമെന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ 3 ദിവസത്തേക്കാണ് കസ്റ്റഡി പരിഗണിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിഭാഗവും ഈ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. വ്യാജമായി പോലീസ് തെളിവുകൾ നിർമ്മിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം ഇത്തരത്തിൽ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. മാത്രമല്ല, ഇതിനോടകം തന്നെ ഈ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രവുമല്ല, പ്രതി ഈ കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിലുള്ളപ്പോൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഈ പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. 2 ദിവസത്തേക്ക് അനുവദിക്കണമെന്നാണ് ഇത്തരത്തിൽ അനുവദിക്കാമെന്ന് പ്രതിഭാഗം പറഞ്ഞെങ്കിലും 3 ദിവസത്തേക്ക് കോടതി ഇത്തരത്തിൽ അർജുൻ നായങ്കിയെ പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് ഇപ്പോൾ നടപടി തുടരുന്നത്. മറ്റു കേസുകളിലും സമാനമായ രീതിയിൽ നടപടി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാപ്പ ഉൾപ്പെടെ ചുമത്താനുള്ള നടപടികളും ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. മറ്റ് കേസുകളിലും, അതായത് 23 കേസുകളാണ്, ക്രിമിനൽ കേസുകളാണ് അർജുൻ നായങ്കിക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലും എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടി നേവിയുടെ കപ്പൽ എത്തിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ 12 ദിവസം മുമ്പാണ് സംസ്ഥാനത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ 3 പേരെ കാണാതായത്. ഇവർക്കായി നടന്ന തിരച്ചിൽ കാര്യക്ഷമമല്ലെന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് കൂടുതൽ സേനയെയും മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തി പരിശോധന തുടരുകയാണ്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടി INS കൽപ്പേനിയും നേവി സ്കൂബ സംഘവും എത്തിയാണ് തിരച്ചിൽ നടക്കുന്നത്. ജോൺ മത്യാസിന് വേണ്ടി വിഴിഞ്ഞത്തും ഗൗതം കൃഷ്ണയ്ക്കായി നീണ്ടകരയിലും പരിശോധന തുടരുകയാണ്. ഫിഷറീസ്, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, നേവി, സ്കൂബ ടീം എന്നിവരുടെ സംഘമാണ് പരിശോധനയിലുള്ളത്. തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ പരിശോധനയ്ക്കായി സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരിന് കത്തും നൽകിയിട്ടുണ്ട്. അതിനിടെ ഇന്നലെ വൈകിട്ട് മുതലപ്പുഴക്കായലിൽ വള്ളത്തിൽ നിന്ന് വീണ് കാണാതായ 5 സ്വദേശി പ്രവീണിന്റെ മൃതദേഹം ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്കൂബ ടീം കണ്ടെത്തി.
12ാം ദിവസമാണ് 3 പേർക്ക് വേണ്ടിയുള്ള പരിശോധനകൾ കടലിൽ പുരോഗമിക്കുന്നത്. INS കൽപ്പേനി എത്തിച്ചുകൊണ്ടാണ് മുതലപ്പുഴയിൽ പരിശോധന നടത്തുന്നതെങ്കിൽ നേവിയുടെയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ സ്ഥലങ്ങളിലായി പരിശോധനകൾ പുരോഗമിക്കുന്നത്. 12ാം ദിവസം നടക്കുന്ന ഈ പരിശോധനയിലും ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2018 മഹാപ്രളയത്തിന് ശേഷവും പാഠം പഠിക്കാതെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. ജില്ലയിൽ മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും പതിവായിട്ടും നദീ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച മട്ടിലാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിനിയോഗിക്കേണ്ട 12 കോടിയോളം രൂപ ഫണ്ടിൽ ചെലവഴിക്കാതെ കിടക്കുമ്പോഴാണ് കളക്ടർ ചെയർമാനായ സമിതിയുടെ ഈ ഗുരുതരമായ വീഴ്ച. രാഷ്ട്രീയ ഇടപെടലുകളും ഉദ്യോഗസ്ഥരുടെ അവഗണനയും കാരണം റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വെറുമൊരു പ്രഹസനമായി മാറി എന്നതാണ് പ്രധാന വിമർശനം. മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും പതിവായിട്ടും ജില്ലയിലെ നദീ സംരക്ഷണം പൂർണ്ണമായും അവതാളത്തിലാണ്. ജില്ലാ കളക്ടർ ചെയർമാനായ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി 2018 മഹാപ്രളയത്തിന് ശേഷം യോഗം ചേർന്നിട്ട് പോലുമില്ല. ആദ്യഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമായതോടെ സമിതിയുടെ പ്രവർത്തനം പ്രഹസനമായി എന്ന ആരോപണമുണ്ട്. നദീതീരങ്ങളിൽ സർവേ നടത്താത്തതാണ് ഫണ്ട് വിനിയോഗിക്കാത്തതിന് അധികൃതർ പറയുന്ന ന്യായം. പമ്പയുടെ തീരം അളക്കാൻ മുൻപ് ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. മണൽ ഖനന റോയൽറ്റിയായും പിഴയായും സമാഹരിച്ച 12 കോടിയോളം രൂപയാണ് ഫണ്ടിൽ ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്നത്. കയ്യേറ്റങ്ങളെക്കുറിച്ചോ സർവേകളെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പക്കലില്ല. നദികളെ സംരക്ഷിക്കാൻ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുള്ള പഠനവും തുടർ പ്രവർത്തനങ്ങളുമാണ് വേണ്ടത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ശരിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന പോലെയും വായു സംരക്ഷിക്കുന്ന പോലെയും വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ നദികളെയും ജലാശയങ്ങളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കണം. പലപ്പോഴും ഇത് നടക്കുന്നില്ല. നദികളെ സംരക്ഷിക്കുന്നില്ല, നമ്മളുടെ നിർഗമന മാർഗങ്ങളെയും ആഗമന മാർഗങ്ങളെയും നമ്മൾ കരുതുന്നില്ല. ഒരു ആസൂത്രണ സംവിധാനവും അവ നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനവും നദികൾക്ക് വേണ്ടി തന്നെ ഉണ്ടാവണം. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പൊല്യൂഷൻ നോക്കുന്നു, റവന്യൂ വകുപ്പ് ഭൂമിയുടെ കാര്യം നോക്കുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നദിയുടെയും വെള്ളത്തിൻ്റെ കാര്യം നോക്കുന്നു. അപ്പോൾ ഇത് കമ്പാർട്ട്മെൻ്റൽ അല്ലെങ്കിൽ ചിതറി പോകാതെ ഏകോപനത്തോടുകൂടി നടപ്പാക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക സംവിധാനം ഉണ്ടാവണം. ശാസ്ത്രീയമായിട്ട് അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇത് കൃത്യമായി മുടങ്ങാതെ നടക്കുന്നു. അവരുടെ നിർദ്ദേശം സ്വീകരിക്കാനും അത്തരം മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനും ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മണൽത്തിട്ടകളുടെ അളവ് തിട്ടപ്പെടുത്തൽ, അനധികൃത ഖനനം തടയൽ, നീരൊഴുക്ക് സുഗമമാക്കൽ തുടങ്ങിയ പ്രാഥമിക ചുമതലകൾ പോലും കാറ്റിൽ പറത്തുന്ന അധികൃതരുടെ നിലപാട് ജില്ലയെ വൻ ദുരന്തത്തിലേക്കാണ് തള്ളിയിടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. 5000 മത്സരം പൂർത്തിയാക്കി ഏകദിന ക്രിക്കറ്റ്. സ്കോട്ട്ലൻഡും കാനഡയും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തോടെയാണ് പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് 5000-ലെത്തിയത്. 1971 ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു പുരുഷ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ മത്സരം. ഉയർന്ന സ്കോർ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയുടെ പേരിലാണ്. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ജയം ഓസ്ട്രേലിയയ്ക്കാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകളൊക്കെ കാണാം. ഞങ്ങളുടെ ഓൺലൈൻ ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.